Sevens Golden Diamonds, Ermalur, Vadadala. വൈസ്മെൻസ് ക്ലബ് ഡിസ്ട്രിക്ട് 1 ഡിസ്ട്രിക്ട് ഗവർണറായി വൈസ്മെൻ KA ജെൽട്ടൻ ചുമതലയേറ്റു. വൈസ്മെൻസ് ക്ലബ് ഡിസ്ട്രിക്ട് 1 പുതിയ ഡിസ്ട്രിക്ട് ഗവർണറായി വൈസ്മെൻസ് KA ജെൽട്ടൻ ചുമതലയേറ്റു. റീജിയണൽ ഡയറക്ടർ വൈസ്മെൻ ടെൻസിൻ ജോർജിന്റെ നേതൃത്വത്തിലാണ് ചുമതലയേറ്റത്. ചാരിറ്റി പ്രവർത്തനങ്ങളുടെ സമൂഹത്തിൽ സജീവമായി ഇടപെടുന്ന വൈസ്മെൻസ് പ്രസ്ഥാനം ഈ വർഷവും വിവിധ സാമൂഹിക പദ്ധതികൾ നടപ്പിലാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഡയാലിസിസ് ചെയ്യുന്ന രോഗികളെ കണ്ടെത്തി ചികിത്സയ്ക്ക് സഹായം നൽകുക, ദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുക, പുനർധാരണം ചെയ്യാത്ത വീടുകൾക്ക് പിന്തുണ നൽകുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചടങ്ങിൽ വൈസ്മെൻ കുര്യച്ചൻ, ഡിസ്ട്രിക്ട് ഗവർണേഴ്സായ വൈസ്മെൻ ഉമേഷ് കുമാർ, വൈസ്മെൻ ജോസഫ് വർഗീസ്, വൈസ്മെൻ കായിസ്, വൈസ്മെൻ ജയപ്രകാശ്, വൈസ്മെൻ ഫിലിപ്പ്, വൈസ്മെൻ അനു, വൈസ്മെൻ ബിജോർ, വൈസ്മെൻ ജോൺസൺ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ വൈസ്മെൻസ് ക്ലബ്ബുകളുടെ അംഗങ്ങളും ചടങ്ങിൽ സന്നിധരായിരുന്നു. പ്രസിഡന്റായി തെരഞ്ഞെടുത്തതിന് നമ്മുടെ സീക്കിനുള്ള എല്ലാ അംഗങ്ങൾക്കും അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ ഈ വർഷം പാർലമെൻറ്റിൽ വനിതാ ബില്ല് തള്ളിപ്പോയെങ്കിലും CQയിൽ എല്ലാവരും കൂടി അത് നടപ്പിലാക്കി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി തിരഞ്ഞെടുത്ത്. ഇതൊക്കെയാണെങ്കിലും വൈസ്മെനിൻ്റെ സപ്പോർട്ടില്ലാതെ ഒരു കാര്യവും നടക്കില്ല. അപ്പം ഞങ്ങളെ ഏൽപ്പിച്ചെന്നോർത്ത് നിങ്ങളങ്ങനെ വെറുതെ ഇരിക്കണ്ട, ഞങ്ങൾക്ക് സപ്പോർട്ട് കൂടെ ഉണ്ടാവണം. പിന്നെ DG നമ്മുടെ സ്വന്തമായതുകൊണ്ട് ഈ വർഷം കുറച്ച് കൂടുതൽ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് സഹകരിച്ച് നമ്മുടെ അത് DGയുടെ ഒപ്പം നിന്ന് വിജയിപ്പിച്ചെടുക്കണം. പിന്നെ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ പ്രസിഡന്റ് വൈസ്മെൻ തങ്കച്ചനെയും ടീമിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. പിന്നെ നമ്മുടെ ഈ വർഷത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മളിവിടെ സമയക്കുറക്കണം ഏതാണ്ട് 6:30 മണിക്ക് നമ്മുടെ ഡിസ്ട്രിക്ട് 1 ഫസ്റ്റ് സെഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതുകൊണ്ട് ഏതായാലും അധികമൊന്നും പറയുന്നില്ല. നമ്മളിന്ന് ഇവിടെ പുതിയതായിട്ട് നമ്മളുടെ CQവിനെ നയിക്കുവാൻ ചാർജ് എടുത്ത വൈസ്മെൻ നിഷ ബിജോറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു വർഷം നിഷ ബിജോർ പറഞ്ഞുകൊണ്ടായി പെണ്ണുങ്ങളെ ഫ്രണ്ടിൽ നിർത്തിവിടുന്ന ആണുങ്ങൾ വെറുതെ ഇരിക്കരുതെന്ന്. ആണുങ്ങൾ ഒരിക്കലും വെറുതെ ഇരുന്നിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങളുടെ പോക്കറ്റ് കാലിയാകുകയും ചെയ്യും, എഫേർട്ട് എടുക്കുകയും ചെയ്യും, പെണ്ണുങ്ങൾ സ്റ്റേജിൽ വന്ന് നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് അത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവിധ അഭിനന്ദനങ്ങളും അതേപോലെ തന്നെ ടീമിനും. പിന്നെ നമ്മൾ ഈ വർഷം നമ്മളെ നയിക്കാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട, അതായത് ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.